കോളേജിന് പിന്നാലെ മൂവാറ്റുപുഴ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവാണ് സ്കൂളിൽ എല്ലാ ദിവസവും നിസ്കരിക്കാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യവുമായി സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചത്. ഈ സീസൺ ഇതുവരെ തീർന്നില്ല. നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ ഒരു സ്പേസ് വേണം, മുറി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടുത്ത പെൺകുട്ടികളും ആൺകുട്ടികളും പ്രിൻസിപ്പലിന്റെ റൂമിന് മുമ്പിൽ ഉപരോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നിർമ്മല കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പള്ളി. പക്ഷെ അവിടുത്തെ പെൺകുട്ടികൾക്ക് പള്ളിയിൽ പ്രവേശനമില്ലാത്തത് കൊണ്ട് കോളേജിൽ സ്പേസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പലരും സമരം ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ പള്ളി കമ്മിറ്റിക്കാർ ഈ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു സ്പേസ് റെന്റിന് എടുത്ത് കൊടുത്ത് പെൺകുട്ടികൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളായിരുന്നു. പക്ഷെ കോളേജിനുള്ളിൽ ആ സ്പേസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പെൺകുട്ടികളൊക്കെ സമരം ചെയ്തത്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള ഒരു സ്കൂളിൽ ഇതേ ആവശ്യമായി പെൺകുട്ടികൾ വരുന്നു. രക്ഷകർത്താക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിനെ സമീപിക്കുന്നു. സ്കൂള് ആ ആവശ്യം നിരസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പലരും കമന്റ് ബോക്സ് എഴുതുന്നതെന്ന് വെച്ചാൽ വെറും 5 മിനിറ്റത്തെ പ്രാർത്ഥനയുള്ളൂ, ഇതിനൊക്കെ എതിർക്കേണ്ടതായിട്ട് എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു സ്പേസ് പോരെ, ഇതൊക്കെ അനുവദിച്ചു കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഇതൊക്കെ മതസ്വാതന്ത്ര്യമാണ്, അതിലേക്ക് കടന്നു കയറുന്നത് എന്തിനു വേണ്ടിയാണ്, കുട്ടികൾക്ക് അവകാശമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ചോദ്യമൊക്കെ ശരിയാണ്, വളരെ ചെറിയൊരു സമയത്തിന്റെ കാര്യമേ ഉള്ളൂ, എന്തിനു വേണ്ടിയാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇവരെ ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ ഒരു സമീപനം എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാർ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളും കോളേജിലും നിങ്ങളൊരു മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനൊരു മാതൃക കാണിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും മറ്റ് മതങ്ങളുടെ മാനേജ്മെന്റുകൾ കീഴിലുള്ള കോളേജായാലും സ്കൂളുകളായാലും നിർബന്ധപൂർവ്വം ഒരു റൂം മാറ്റിവെക്കാൻ അവർക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ചെയ്യേണ്ടതിനുള്ളൂ മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളിലും കോളേജിലും ഒക്കെ ഇപ്പം കുറേ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പെടുന്ന കുട്ടികൾ കാണും. ഇവർക്ക് ചിലപ്പം ഒരു 2 മിനിറ്റ് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊരു ആഗ്രഹം കാണും. അപ്പോൾ പ്രാർത്ഥിക്കാനൊരു സ്പേസ് ഈ മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള ഒരു കോളേജിലോ സ്കൂളിലോ ഒരിക്കൽ കൂടി പോയി റൂം കൊടുത്താൽ മതി. അവർ പോയിരുന്ന് അവിടെ പ്രാർത്ഥിച്ചോളും. ചിലപ്പോൾ വളരെ ചുരുക്കമായിരിക്കും കുട്ടികളൊക്കെ, വളരെ കുറച്ച് കുട്ടികളെ കാണത്തുള്ളൂ. അവർക്കൊരു ചെറിയ റൂം കൊടുത്താൽ മതി. അതിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ ഒരു ചിത്രം വെക്കാനൊക്കെ ഒരു സ്പേസ് കൊടുത്താൽ മതി. പിന്നെ ഒരു മെഴുകുതിരി കത്തിക്കാനൊക്കെ ഒരു സ്പേസ് കൊടുത്താൽ മതി. അവരിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഒരു വളരെ 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, അവർ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളും. കുറച്ചുകൂടെ കുട്ടികൾ കൂടുതൽ വേണം ഹിന്ദുക്കളായിട്ടുള്ളവർക്ക്, അവർക്ക് കുറച്ചുകൂടെ ഒരു വലിയ റൂം ഈ മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള കോളേജിൽ കൊടുക്കണം. കാരണം കുറച്ചുകൂടെ ആളുകൾ കൂടുതലുണ്ടല്ലോ, ഭൂരിപക്ഷ സമുദായം ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് വന്നിട്ട് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം കൂടെ കൊടുക്കണം. ഇതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ വലിയ റൂം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് ദൈവഘടകം വളരെ കൂടുതലാണ്. ഹിന്ദുക്കൾക്ക് ഒരു 30 കോടി ദൈവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്രയും പലതരത്തിലുള്ള വിശ്വാസമുള്ള കുട്ടികളാണ്. ചിലപ്പം ചില കുട്ടികൾക്ക് ഭദ്രകാളി ആരാധിക്കുന്നതായിരിക്കും, ചില കുട്ടികൾക്ക് സരസ്വതി ദേവി ആരാധിക്കുന്നതായിരിക്കും, ചില കുട്ടികൾക്ക് കൃഷ്ണനെ ആയിരിക്കും, ചില കുട്ടികൾക്ക് മഹാവിഷ്ണുവിനെ ആയിരിക്കും, ചില കുട്ടികൾക്ക് പരമശിവനെ ആയിരിക്കും, ചില കുട്ടികൾക്ക് രാമനെ ആയിരിക്കും. രാമനിൽ തന്നെ രാംലല്ല ഉണ്ടല്ലോ, അയോധ്യയിലെ രാംലല്ലയെ ആരാധിക്കുന്ന കുട്ടികൾ കാണും. അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് ആരാധിക്കാനുള്ള സ്പേസ് ഈ മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ഈ സ്കൂളുകളിൽ കൊടുക്കുക. ഒരു റൂമിനകത്ത് രാംലല്ലയുടെയോ അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്നൊക്കെ എഴുതി ഒരു സ്പേസ് കൊടുക്കുക. ഒരു വിളക്ക് കത്തിക്കാൻ ഒരു വിളക്കും തിരിയും ചന്ദനത്തിരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്നോളൂ, കുട്ടികൾ കൊണ്ടുവന്നവരും അവർ കൊണ്ടുവന്ന് കത്തിച്ച് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത്, ഏത് സമയമൊന്നും ഉച്ചയ്ക്കൊന്നും വേണമെന്നില്ല, അവർക്ക് ഏതെങ്കിലും ഒരു ടൈം ജസ്റ്റ് ചിലപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ വന്നിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ പ്രാർത്ഥിച്ചോട്ടെ. ഇവർ പോകുന്നതിന് മുമ്പ് വിളക്കൊക്കെ കത്തിച്ച് ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോട്ടെ. അങ്ങനെ ഒരു സ്പേസ് കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ മതങ്ങളൊക്കെ എന്ന് പറയുന്നത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ഉണ്ട്. ഈ 3 മതങ്ങളാണ് ഉള്ളത്. ജൂതന്മാരൊന്നും ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജൈനന്മാരില്ല, ബുദ്ധ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ ചുരുക്കമാണ്. നമ്മളങ്ങനെ വലുതായിട്ട് കണ്ടിട്ടുമില്ല. പിന്നെ ആകെ കൂടി ഉള്ളത് ഈ മതമില്ലാത്ത ആൾക്കാരാണ്, നിരീശ്വരവാദികൾ എന്ന് പറയും. ഈ നിരീശ്വരവാദികൾ ഈ കുട്ടികൾക്കിടയിലുണ്ട്. അവർക്കും വളരെ ന്യൂനപക്ഷമാണ്, അവരെ നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഈ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളും മാത്രമല്ല പഠിക്കുന്നത്. ചിലപ്പം മതമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും കാണും. അവരെയും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അവർക്ക് നമുക്ക് ഈ സ്കൂളിന്റെ സമയത്തൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് അത് ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥിക്കാനുള്ള സ്പേസ് ഒന്നും അവർക്ക് വേണ്ടല്ലോ. അവരിരുന്ന് ചർച്ചകൾ നടത്താനും അവർക്ക് ബുക്കുകൾ വായിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു സ്പേസ് കൊടുത്താൽ മതി. അതുമായി ബന്ധപ്പെട്ട് സംവാദം നടത്താൻ ഒരു സ്പേസ് കൊടുക്കാവുന്നേ ഉള്ളൂ. അതിപ്പം ശ്രീ രവീന്ദ്രനോ ആരിഫിനെ പോലുള്ള ആൾക്കാരൊക്കെ വരാൻ നേരത്ത് നിങ്ങളുടെ ഓഡിറ്റോറിയം, മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള ഓഡിറ്റോറിയം ഒരു ദിവസത്തേക്ക് അവർക്ക് വിട്ടുകൊടുക്കുക. അവർ മൈക്ക് വളരെ വോളിയൊക്കെ കുറച്ച് വെച്ചിട്ട് അവർ തമ്മിലുള്ള കുട്ടികളുമൊക്കെ ഇട്ട് സംസാരിച്ച് അവർ ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളും സംവാദവും ഒക്കെ ആയിട്ട് ഇരിക്കാൻ ഈ മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള ഈ ഓഡിറ്റോറിയം വർഷത്തിൽ ഒരു ദിവസം ഒന്ന് വിട്ടുകൊടുക്കുക. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് മാതൃക കാണിക്കുമ്പോൾ 5 മിനിറ്റത്തെ പരിപാടിയായിരിക്കാം, ചിലപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ പ്രാർത്ഥനയായിരിക്കാം കുട്ടികൾ. നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ സയൻസ് പ്രചരിപ്പിക്കണം. അപ്പോൾ നിരീശ്വരവാദി കുട്ടികൾക്കും ഒരു സ്പേസ് കൊടുക്കുക. അവർക്ക് ഓഡിറ്റോറിയം പറഞ്ഞ പോലെ വർഷത്തിൽ ഒരിക്കലും കാണാം ഒന്ന് വിട്ടുകൊടുക്കുക. അവർക്ക് സമ്പാദിക്കാനൊക്കെ ഉള്ള സ്പേസ് കൊടുക്കുക.
അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദു കുട്ടികൾക്ക് അവർക്ക് റൂം മാറ്റി വെച്ച് കൊടുക്കുക, ക്രിസ്ത്യൻ കുട്ടികൾക്ക് റൂം മാറ്റി കൊടുക്കുക. ഇതൊരു വലിയ രീതിയിലൊരു മാതൃക, ഒരു മതേതരത്വ മാതൃക മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള എല്ലാ കോളേജിലും സ്കൂളിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിർബന്ധിതരാവും നമ്മുടെ ഹിന്ദു മാനേജ്മെന്റ് കീഴിലുള്ള കോളേജും സ്കൂളും ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളും കോളേജും ഈ കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരുടെ മാനേജ്മെന്റിന്റെ കീഴിൽ ഇതുപോലെ ഒരു സ്പേസ് മാറ്റി വെക്കുമ്പോൾ ഒരു 5 മിനിറ്റ് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു റൂം കൊടുത്താൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ സമീപനത്തിലേക്ക് എത്തും. അപ്പോൾ ആദ്യമേ നമ്മളൊരു മാതൃക കാണിച്ചു കൊടുക്കുക. എന്നാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം 101% ഈ വിവാദം എല്ലാം ഒഴിവാകും. നല്ല മാതൃകകൾ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ ആ മാതൃക ഏറ്റെടുക്കാൻ ഇവിടെ സമൂഹം ഉണ്ടാവുമല്ലോ, നിങ്ങളെ പിന്തുണയ്ക്കാനും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് പേജ് കാണാം, ഫോളോ ചെയ്യുക.